ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് നിയന്ത്രണ വിധേയമാണ്. 8 മണിവരെ ഭക്തന്മാരുടെ എണ്ണം 60,000 കടന്നു. അതിനിടെ ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകന് പാമ്പ് കടിയേറ്റു. തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി ജഗനാണ് പാമ്പ് കടിയേറ്റത്. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്ത് നിന്ന്. അഭിനന്ദ്, ആദ്യം പാമ്പ് കടിയുടെ കാര്യം പറയൂ. SKN ശബരിമലയിൽ ദർശനത്തിനെത്തിയ തീർത്ഥാടകനായിട്ടുള്ള തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി ജഗനാണ് പാമ്പ് കടിയേറ്റത്. അദ്ദേഹം പമ്പയിൽ നിന്ന് ദർശനം കഴിഞ്ഞതിന് ശേഷം പമ്പ സ്വാമി അയ്യപ്പൻ റോഡിൽ നീലിമലയ്ക്ക് സമീപമാണ് കരിക്ക് വിൽപ്പന കടയിൻ്റെ അടുത്തുനിന്ന് പാമ്പ് കടിയേൽക്കുന്നത്. ഇദ്ദേഹത്തിനെ പമ്പ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു തീർത്ഥാടന തിരക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുകയാണ്. ഇപ്പോൾ 62,236 ഭക്തജനങ്ങളാണ് ഇതുവരെ തീർത്ഥാടനം നടത്തിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ട്. എല്ലാ ദിവസവും സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് കൂടുതൽ തീർത്ഥാടകരും ഇവിടെ എത്താറുള്ളത്. വെർച്വൽ ക്യൂ നിജപ്പെടുത്തത് 70,000 ആയിരുന്നു. ആ 70,000 ആളുകൾ കൃത്യമായി ഇവിടെ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി പോലീസിന്റെ ഭാഗത്ത് ഇപ്പോഴുമുണ്ട്. ഒപ്പം തന്നെ വനംവകുപ്പിന് ഒരു നിർദ്ദേശം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പരമ്പരാഗത പാതയായിട്ടുള്ള പുൽമേട്, സത്രം വഴി, ഉരക്കുഴി വഴിയൊക്കെ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർ കൃത്യസമയം തന്നെ പാലിക്കണം എന്നുള്ള നിർദ്ദേശം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും മണ്ഡലകാലം അതിന്റെ 27ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ തുടരുന്നു. കൂടുതൽ ഭക്തർ ഇവിടെ എത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ട്. നാളെ അത് 27ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു. YS അഭിനന്ദാണ് ശബരിമലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.